ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ കണ്ടിന്യൂറ്റി നമ്മൾ മുൻപൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയോളം അടുത്തായ കാര്യം കുറച്ച് എക്സാം തിരക്കും ഓണത്തിരക്കുകളും പിന്നെ അല്ലാത്ത കുറച്ച് തിരക്കുകളും ഒക്കെ കാരണം സമയം കിട്ടിയിട്ടുണ്ടായില്ല വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് അഡ്ജസ്റ്റ് ആയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് എഴുതണം എങ്ങനെയാണ്? എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ വൈ ഡാഷ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, അങ്ങനെ പലതരത്തിൽ നമുക്ക് എഴുതാം. അപ്പോൾ മെയിൻലി എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ് കൂടുതൽ എഴുതാറ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച്. ഇതാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതൊക്കെ നമ്മൾ +1 പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഡെറിവേറ്റീവ്, ആ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. ബേസിക്കലി ഒരു ഫംഗ്ഷൻ തരുന്നു, അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 2 പോയിന്റ്സ് തന്നിട്ട് അത് തമ്മിലുള്ള സ്ലോപ്പ് കാണുന്നു. ഈ ലിമിറ്റ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പോയിന്റുകൾ വളരെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ്, നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നതിനെ വളരെ അടുത്തേക്ക് 0യിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. മുൻപത്തെ വീഡിയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാര്യം അതും കൂടെ ഇനി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകും. കാര്യം ഒരു തവണ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെറിവേറ്റീവ് കാണുന്നത്. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ പലതരത്തിലുള്ള നോഷൻസ് കണ്ടു. പിന്നെ റൂൾസ് പഠിച്ചിട്ടുണ്ട് +1. ഇപ്പോൾ യു പ്ലസ് ഓർ മൈനസ് വി ദ ഹോൾ ഡാഷ്, യു വി ദ ഹോൾ ഡാഷ്, യു ബൈ വി ദ ഹോൾ ഡാഷ്, ഇതിനൊക്കെയുള്ള ഫോർമുല ലിബിനിറ്റ്സിൻ്റെ പ്രോഡക്റ്റ് റൂളും കോഷ്യൻ്റ് റൂളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെ ഒക്കെ റൂൾസ് അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ പല റൂൾസും അവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ് റേസ് ടു എന്നിൻ്റെ എന്താണ്? എൻ എക്സ് റേസ് ടു n-1, സൈൻ എക്സിൻ്റെ കോസ് എക്സ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്. സി ഫംഗ്ഷൻസ്, അതായത് സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവിൽ മൈനസ് ഉണ്ടാകും. ടാൻ എക്സ് ആകുമ്പോൾ sec²x, അങ്ങനെ കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഡെറിവേറ്റീവിൻ്റെ സംഭവം ഒക്കെയാണ്. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫംഗ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കാം. ഇനി ഡെറിവേറ്റീവ്സ് ഓഫ് കമ്പോസിറ്റ് ഫംഗ്ഷൻസ്. കമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നിലേറെ ഫംഗ്ഷനുകൾ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് കമ്പോസിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ ഓഫ് x² എന്നുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ ഇത് കോമ്പോസിറ്റ് എന്ന് പറയാൻ 2 ഫംഗ്ഷനുണ്ട്. ഒന്നിലേറെ ഫംഗ്ഷൻസ് കൂടിച്ചേർന്ന് കട്ടകെട്ടി നിൽക്കുന്ന ഒരു ടൈപ്പ് മിക്സഡ് ഫംഗ്ഷനാണ് കമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻ്റെയൊക്കെ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൂളാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെയിൻ റൂൾ അനുസരിച്ച്, ചെയിൻ റൂൾ എന്ന് പറയുന്നത് ഇങ്ങനെ ചങ്ങല പോലെ ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷ്യേറ്റ് അണ്ടിൽ നത്തിങ് ഈസ് ലെഫ്റ്റ് ടു ഡിഫറൻഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുറത്തെ ഫംഗ്ഷനിൽ നിന്നുള്ളിലേക്ക് ചങ്ങല പോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അവസാനം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഒന്നും ബാക്കി ഉണ്ടാവാത്ത അത്രയും തവണ അതിൻ്റെ അകത്തുള്ള എല്ലാത്തിനും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റൂള് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് sin²x, sin x² കാണാം. sin²x അല്ല sin x². അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക. ഏതാണ്? സൈൻ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഇട്ടിട്ട് അതേ ഫംഗ്ഷൻ തന്നെ എഴുതുക. അപ്പോൾ സൈന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? x² ആണ്. x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 2x കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? 2x cos x² ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ചെയിൻ റൂൾ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു രീതി, ഡയറക്റ്റ്ലി ചെയിൻ പോലെ ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു രീതിയുണ്ട്. സൈൻ ഓഫ് x²ൽ x² ടി എന്ന് പറഞ്ഞ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരും? സൈൻ ടി. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്താണ്? കോസ് ടി. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഡി വൈ ബൈ ഡി ടി. ഓക്കെ, വൈ ആണല്ലോ ഇത്. അപ്പോൾ ഡി വൈ ബൈ ഡി ടി എടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി ടി എന്ന് പറയുമ്പോഴേക്കും സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ആണ്.
ഓക്കെ, ഇനി നമ്മൾ ഡി ടി ബൈ ഡി എക്സ് കാണുന്നു. അതായത് ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വൈ. ഇവിടെ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എത്രയാണ് നേരത്തെ കണ്ട്? 2x. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഡി ടിയും ക്യാൻസലായി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? 2x കോസ് ടി ആണ്. ടിൻ്റെ അവിടെ എന്ത് കൊടുക്കുക? ടി ആയിട്ടിട്ട് എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പോൾ അങ്ങനെയും ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ടി വഴിയും ചെയ്യാം, അല്ലാതെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. വേറൊരെണ്ണം നോക്കാം. ടാൻ 2x + 3. ഓക്കെ, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ടാനിൻ്റെ ഡെറിവേറ്റീവ് sec². ആ സാധനം തന്നെ. പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അകത്താണ്. 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുക. 3നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 sec² 2x + 3 ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെയിൻ റൂളാണ് നമ്മൾ ഇവിടേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഇനിയുള്ളതാണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എക്സ് വൈനെ തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത ഫങ്ഷൻസ് ആണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ. ഓക്കെ, ചില ഫങ്ഷൻസിൽ എക്സും വൈയും നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് എക്സിൻ്റെ വാല്യൂ ഇതാണ്, വൈയുടെ വാല്യൂ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനത്തെ ഫംഗ്ഷൻസ് ആണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ. പക്ഷേ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എക്സും വൈയും ഒക്കെ മിക്സ് ആയി കിടന്ന് അങ്ങനത്തെ ഒരു ടൈപ്പ് ഫംഗ്ഷനാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെയാണ് കാണുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം നോക്കാം. y + sin y = cos x. ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് കാണുക. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, ഈവൻ വൈനെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വേറൊരു മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, അതായത് എല്ലാത്തിനും എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം മീൻസ് എല്ലാത്തിനും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഓരോ ടേംസിനും. സോ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇനി ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷൻ സൈൻ ആണ്. സോ കോസ് വൈ, വൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എത്ര? മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇനി ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് എടുക്കുക. സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1 + cos y ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഹെൻസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ബൈ 1 + cos y. അപ്പോൾ ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻസിനെ എല്ലാത്തിനും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഓരോ ടേംസിനും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ലാസ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് കാണുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത്. ഇനിയുള്ളതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ്സ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഴുതുക y = സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താ? സൈൻ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും സൈൻ വൈ. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി എക്സ് ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 1 = സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ എന്ത് ചെയ്യുക? കോസ് വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/cos y. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? 1/√1 - sin² y എന്ന് കൊടുക്കുക. ഓക്കെ, കാര്യം cos² + sin² x 1 ആണ്. നമ്മൾ +1 ട്രിഗണോമെട്രി പഠിച്ച ഫോർമുലയാണ്. sin² x + cos² x = 1. അപ്പോൾ അതനുസരിച്ച് കോസ് വൈ കിട്ടാൻ എന്ത് ചെയ്യുക? 1 ഇതിങ്ങോട്ട് കൊണ്ടുവരിക, റൂട്ട് എടുക്കുക. ഓക്കെ, സോ 1/√1 - സൈൻ വൈ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്സ് ആണ്. സോ x². അപ്പോൾ √1/√1 - x² ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെയിം തന്നെ എന്ത് ചെയ്യുക? കോസിൻ്റെ ഇതിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? y = cos ഇൻവേഴ്സ് എക്സ് ആൻഡ് x = cos y.
സോ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dx ബൈ dx ഈക്വൽ ടു d ബൈ dx ഓഫ് കോസ് വൈ. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ബൈ, ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക, ജസ്റ്റ് ആ ഡെറിവേറ്റീവിൻ്റെ ഒന്ന് നോക്കിയാൽ മതി, അതാണ് ഇങ്ങനെ പറഞ്ഞെഴുതി പോകുന്നത്. 1 ഈസ് ഈക്വൽ മൈനസ് സൈൻ ബൈ, സോ 1 ബൈ മൈനസ് 1 ബൈ സൈൻ ബൈ ഈക്വൽ ടു dy ബൈ dx. അപ്പോൾ സൈൻ ബൈനെ എന്ത് ചെയ്യുക, 1 ബൈ റൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, dy ബൈ dx കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് 1 ബൈ റൂട്ട് 1 മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ, സോ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് d ബൈ dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. ഓക്കെ, അപ്പോൾ y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ടാൻ y ആയിരിക്കും. ഡിഫറൻഷ്യേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് 1 ബൈ d ബൈ dx ഓഫ് സീക്സ് സ്ക്വയർ y. ടാൻ ബൈയുടെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ y, y-നെ പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക dy ബൈ dx. ഓക്കെ, ഇനി dy ബൈ dx കാണാൻ സിക്സ് സ്ക്വയർ y ഇങ്ങോട്ട് കൊണ്ടുവരും. സോ 1 ബൈ സിക്സ് സ്ക്വയർ y ഈക്വൽ ടു dy ബൈ dx. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുള്ളൊരു ഫോർമുലയാണ് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്സ് സ്ക്വയർ എക്സ്. ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ 1 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു dy ബൈ dx. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയാൻ ടാൻ സ്ക്വയർ എക്സ് എന്ന് വന്നു, ടാൻ സ്ക്വയർ വൈ ആണ്, ടാൻ സ്ക്വയർ വൈ എന്ന് വന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ടാൻ വൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സ്ക്വയർ ചെയ്താൽ മതി. 1 ബൈ 1 പ്ലസ് ടാൻ വൈൻ്റെ എക്സ് ആണ്, അപ്പോൾ എക്സ് സ്ക്വയർ, അതാണ് d ബൈ dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ 3 ചെയ്തു. ഇനി കോട്ട് ഇൻവേഴ്സിൻ്റെ നോക്കാം. സെയിം തന്നെ y ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. സോ എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് y. ഡിഫറൻഷ്യേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് 1 ബൈ അപ്പോൾ 1 ഈസ് ഈക്വൽ ടു മൈനസ് കോസീക് സ്ക്വയർ y dy ബൈ dx എന്ന് കിട്ടുന്നു. സോ dy ബൈ dx കിട്ടും, ഇതിനെ താഴോട്ടുണ്ട്. സോ മൈനസ് 1 ബൈ കോസീക് സ്ക്വയർ y ഇസ് ഈക്വൽ ടു dy ബൈ dx. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, മൈനസ് 1 ബൈ ഇക്വേഷൻ ഉണ്ടല്ലോ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കോസീക് സ്ക്വയർ എക്സ്, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതുക. അപ്പോൾ മൈനസ് 1 ബൈ കോസീക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോറി, ഇതൊന്ന് കട്ട് ചെയ്യുക, ഈ സ്റ്റെപ്പ് കട്ട് ചെയ്യുക, ഇവിടം വരെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പറയുവാണ്. അപ്പോൾ മൈനസ് 1 ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ വൈ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1 പ്ലസ് കോട്ട് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ 1 പ്ലസ് കോട്ട് വൈ എന്ന് പറയുന്നത് എക്സ് ആണ്, സോ എക്സ് സ്ക്വയർ. ഇതാണ് എന്ത്, ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സീക്കിൻ്റെ ഇതാണ്, കോസിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ആണ്. അപ്പോൾ സീക്ക് ഇൻവേഴ്സിൻ്റെ നോക്കാം. സെയിം തന്നെ ഇവിടെ എല്ലായിടത്തും ഒരേ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്, ജസ്റ്റ് ആ ഫംഗ്ഷൻ വരുന്നതിനനുസരിച്ചുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ y is equal to sec inverse x and x is equal to sec y. Differentiating on both sides we get 1 is equal to sec y tan y dy by dx. ഓക്കെ, ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ dy by dx ആണ് എന്താണ്, dy by dx ഈക്വൽ ടു 1 by sec y tan y. ഓക്കെ, ഇപ്പോൾ ഒരു ഇക്വേഷൻ നേരത്തെ പറഞ്ഞല്ലോ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ അതനുസരിച്ച് 1 ബൈ സീക്ക് വൈ ഇൻറ്റു റൂട്ട് സീക്ക് സ്ക്വയർ വൈ മൈനസ് 1 വരും. ഓക്കെ, ആ ഇക്വേഷൻ പ്ലസ് 1 ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1 ബൈ സീക്ക് സ്ക്വയർ എക്സിന് എന്ത് ചെയ്യുക, എക്സ് എന്ന് പേര് കൊടുക്കുക, കാര്യം ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതാണ് എന്ത്, ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ഓക്കെ,
1/x√x²-1. ഇനി നമുക്ക് ലാസ്റ്റ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടുള്ള കൊസീക്കിൻ്റെയും കൂടെ ചെയ്യാം. കാര്യം ബാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞു. സൈൻ ചെയ്തു, കോസ് ചെയ്തു, ടാൻ ചെയ്തു, കോട്ട് ചെയ്തു, സീക്ക് ഇൻവേഴ്സ്, എല്ലാത്തിൻ്റെ ഇൻവേഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ സീക്ക് ചെയ്തു. ബാക്കി എല്ലാത്തിൻ്റെ അറിയാവുന്നതാണ്. ഡെറിവേറ്റീവ്സ് +1 ചെയ്താണ് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ. ഇവിടെ +2 വരുമ്പോഴേക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് ന്യൂലി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ്ലി കൊസീക്കിൻ്റെയും കൂടെ കണ്ടിട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ള സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെയിം സ്റ്റെപ്പ് തന്നെ. y = കൊസീക്ക് ഇൻവേഴ്സ് x = കൊസീക്ക് y. Differentiating on both sides, we get 1 - cosec y cot y dy/dx. ഓക്കെ, അപ്പോൾ dy/dx കിട്ടാൻ എന്ത് ചെയ്യുക? സോറി, -cosec x cot x ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി ഇതിനെ താഴോട്ട് കൊണ്ടുവരും. സോ -1/cosec x cot x = dy/dx. അപ്പോൾ ഇതിനെ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -1/cosec x √cosec²x - 1 = -1/cosec x എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ x √x² - 1 കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതാണ് എന്ത്? d/dx ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് x. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പഠിച്ചു കഴിഞ്ഞു. ഇൻവേഴ്സ് കാണാനുള്ള ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലതും തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റി ഉണ്ട്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും ഡെറിവേറ്റീവ്സ് സെയിം ആണ്, വിത്ത് ജസ്റ്റ് മൈനസ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും സെയിം ആണ്, ജസ്റ്റ് ഒരു മൈനസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സീക്ക് ഇൻവേഴ്സിൻ്റെയും കൊസീക്ക് ഇൻവേഴ്സിൻ്റെയും അത് സെയിം ആണ്, ജസ്റ്റ് ഒരു മൈനസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 പഠിച്ചാൽ 6 പഠിക്കാം. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് എക്സസൈസ് 5.3 വരുന്ന ഒരു ചോദ്യം ചെയ്തു നോക്കാം. dy/dx കാണാൻ വേണ്ടിയിട്ടാണ്. y = tan ഇൻവേഴ്സ് 3x - x³/1 - 3x². ഓക്കെ, where x belongs to -1/√3, 1/√3. ഓക്കെ, അപ്പോൾ ആ കണക്കുകൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ y തന്നിട്ടുണ്ട്, ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് എന്താണ്? ടാൻ തീറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ടാൻ ഇൻവേഴ്സ് 3 tan തീറ്റ - tan³ തീറ്റ/1 - 3 tan² തീറ്റ. ഓക്കെ, വിച്ച് ഇസ് ടാൻ ഇൻവേഴ്സ്. ഇതെന്തിനാണ്? ടാൻ 3 തീറ്റയുടെ ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്താണ്? എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ 3 തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 3 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ y കിട്ടി. അപ്പോൾ എന്താ? dy/dx കാണാൻ എന്താ കുഴപ്പം? dy/dx = d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, 3 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ 3 കോമൺ ആയിട്ട് പുറത്തേക്ക് ഇടുക. അപ്പോൾ എന്ത് കിട്ടും? 3 × ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പഠിച്ചിട്ടുണ്ട് എന്താണ്? 1/1 + x². അപ്പോൾ 3/1 + x². 3 × 1/1 + x². അപ്പോൾ മുകളിൽ 3 വരുമല്ലോ × 1 ചെയ്യുമ്പോൾ. അപ്പോൾ 3/1 + x² ആണ് എന്ത്? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, dy/dxൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെക്ഷനിൽ നിന്ന് പ്രധാനപ്പെട്ട രീതിയിലുള്ള ചോദ്യം ചെയ്തു. ബാക്കിയെല്ലാം സാധാ പോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. 2x + 3y = sin x. അപ്പോൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dy/dx കാണാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലാസ്റ്റ് അങ്ങനെ dy/dx കാണുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ നമ്മൾക്ക് വരുന്നതാണ് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻസ്. അപ്പോൾ അവിടെ നിന്ന് ഒന്നും അധികം പഠിക്കാനില്ല. പണ്ട് കുറേ പഠിക്കാനൊക്കെ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അധികം ഒന്നും ഇല്ല. പണ്ട് ഇത് വലിയ വലിയ ചാപ്റ്ററായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ചില പോർഷൻസ് മാത്രം ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിക്ക് വന്നതുകൊണ്ട് അത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയ എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻസിന് അധികം ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് എന്താണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, എൻ്റെ ഡെറിവേറ്റീവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതാണ് e⁻x എന്ന് പറയണത്. അതെന്ന് പറയണത് ഒരു ഇതിൻ്റെ സമ്മാണ്. ഓക്കെ, ഒരു സീരീസിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ ഈനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് e⁻x എന്ന് പറയുന്നത്, നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻x. ഓക്കെ, അപ്പോൾ e⁻xൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. ഓക്കെ, അതായത് e⁻xനെ
ഏത് പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എടുത്താലും അത് തന്നെയാണ് കിട്ടുന്നത്. സോ തിരിച്ച് ഇനി സമ്മപ്പ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താലും e⁻x തന്നെ കിട്ടും. e⁻x നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഇൻ്റഗ്രേറ്റ് ചെയ്താലും എല്ലാം സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നൊരു ഫംഗ്ഷനാണ് e⁻x. വേറെ log x ഉണ്ട്, ഒരു ഫംഗ്ഷനാണ് log x. അത് ചെയ്യുമ്പോൾ 1/x കിട്ടും. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2⁴ = 16 എഴുതില്ലേ, അപ്പോൾ നമുക്കതിനെ വേറെ രീതിക്ക് എഴുതാം. log 16⁻²= 4. ഇവിടെയാണ് ലോഗിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ 2⁻x = 16 വന്നു, എക്സ് അറിയില്ല. അപ്പോൾ എക്സ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് x log 16⁻². ഇത് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ആൻസർ 4 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ലോഗിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. log xy = log x + log y. log x/y = log x - log y. ഓക്കെ, പിന്നെ log a⁻n = n log a. ഓക്കെ, അങ്ങനെ കുറച്ച് ഇതുണ്ട്, റിസൾട്ട്സ് ഉണ്ട്. അതൊന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ചെയിൻ റൂൾ എല്ലാം പഠിച്ചു. പിന്നെ ഉള്ളതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പോൾ അവിടെ വരുന്ന ഒരു ഇക്വേഷനാണ് d/dx of a⁻x = a⁻x log a. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരെണ്ണം വേണം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് x⁻sin x ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വേറെ x > 0 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിൾ x ഉള്ളൊരു വേരിയബിളൊക്കെ പവറായിട്ട് വരികയാണെങ്കിലാണ് മെയിൻലി നമ്മൾ ലോഗരിതം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ വാക്കിൽ തന്നെ ഉണ്ട് ലോഗ് എന്താണ്, മരത്തടി. അപ്പോൾ ആ മരത്തടി ആ ഫംഗ്ഷനിലോട്ട് എറിയുക, അതായത് നിലത്ത് നിൽക്കുന്ന നമ്മൾ മരത്തടി ഒരു കയറി കെട്ടി ആ ഫംഗ്ഷനിലേക്ക് എറിയുക, എന്നിട്ട് മരത്തടി കെട്ടി വലിക്കുക ഫംഗ്ഷന് താഴോട്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും, താഴേക്ക് വരും. അപ്പം അങ്ങനെ ആലോചിക്കുക ലോഗ് എന്നാലോചിക്കുമ്പോൾ. അപ്പോൾ ലോഗ് യൂസ് ചെയ്യുന്നത് എന്തിനാ, മരത്തടി ഇങ്ങനെ ഇട്ടു വലിച്ച് നിലത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുകളിൽ കിടക്കുന്നത് ആരായാലും ലോഗ് ഇട്ട് കഴിഞ്ഞാൽ അവൻ എത്ര പൊക്കത്തിലുള്ള ആളായാലും താഴോട്ട് വന്നേ പറ്റൂ. ഓക്കെ, അതാണ് ലോഗ് എന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, y = x⁻sin x ആണ്. സോ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യുക, ലോഗ് അപ്ലൈ ചെയ്യുക. സോ log y = sin x അവിടെ ലോഗ് വരും. സോ log x വന്നു. ഇനി എന്ത് ചെയ്യുക, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ log x-ൻ്റെ പറഞ്ഞു 1/x ആണ്. സോ 1/y, y-യുടെ dy/dx = ഇവിടെ എന്ത് ചെയ്യുക, ലിബിനിറ്റ്സ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്താണ് uv' + u'(v). അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, ആദ്യത്തെ ഫംഗ്ഷൻ അങ്ങനെ വെക്കുക, രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ അങ്ങനെ വെക്കുക ഇൻറ്റു ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, sin x/x + log x cos x എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇനി 1/y ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. സോ അതെന്ത് ചെയ്യും, ഇൻറ്റു y ആകും. സോ y × sin x/x + log x cos x ആയി. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് നമ്മുടെ dy/dx. ജസ്റ്റ് വൈന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, x⁻sin x. അപ്പോൾ x⁻sin x × sin x/x + log x cos x ആണ് എന്ത് നമ്മുടെ dy/dx. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലോഗരിതത്തിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. എന്തിനാണ് ലോഗ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിൽ കിടക്കുന്നവൻ എത്ര ഉയരത്തിലായാലും അവനെ താഴേക്ക് വലിച്ചിടാനുള്ള ഒരു ശക്തിശാലിയാണ് ലോഗരിതം. ഓക്കെ, അപ്പോൾ ലോഗ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിനാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻ ഇൻ പാരമെട്രിക് ഫോംസ്. പാരമെട്രിക് ഫോം എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും ടേംസിലല്ലാതെ മൂന്നാമതൊരു ടേം, ചിലപ്പോൾ തീറ്റ ആവാം, ചിലപ്പോൾ ആവാം, അല്ലെങ്കിൽ ടി ആവാം, അങ്ങനത്തെ ഒരു ടേമിൻ്റെയും കൂടെ ബേസിൽ ഇക്വേഷൻസ് എക്സിൻ്റെയും വൈൻ്റെയും പേരിൽ എഴുതിയിട്ട് dy/dx കാണുന്ന ഒരു രീതിയാണ് പാരമെട്രിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തീറ്റ പറഞ്ഞില്ലേ, തീറ്റ, ടി, ആർ ഇവരൊക്കെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് എക്സും വൈയും ഈ പാരാമീറ്റേഴ്സിൻ്റെ ബേസിലായിരിക്കും ഇക്വേഷനായിട്ട് തരിക. അതിൽ നിന്നും
നമ്മളെ dy/dx കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ചോദ്യം നോക്കാം. x = a cos θ, y = a sin θ, ഫൈൻഡ് dy/dx. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്ന് എക്സ് ഒരു പാരാമീറ്റർ അല്ല, തീറ്റയുടെ ടേംസിലാണ് വന്നേക്കുന്നത് a cos θ, y എന്താണ് a sin θ. ഓക്കെ, അപ്പോൾ dy/dx എന്ത് ചെയ്യുക, കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ തീറ്റയുടെ ടേംസിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ dx/dθ ഡിഫറൻഷിയേറ്റിംഗ് എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. തീറ്റയോട് അനുബന്ധിച്ചാണ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? എ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ മൈനസ് എ സൈൻ തീറ്റയാണ് dx/dθ. പിന്നെ dy/dθ, അതായത് ഡിഫറൻഷിയേറ്റിംഗ് y വിത്ത് റെസ്പെക്ട് ടു തീറ്റ. തീറ്റയോട് അനുബന്ധിച്ച് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? d/dx ഓഫ് സൈൻ തീറ്റ. അതെന്താ? d/dθ ഓഫ് സൈൻ തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ എ കോസ് തീറ്റ. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്ത് കിട്ടി? dx/dθ dy/dθ കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? dy/dx കാണാൻ വേണ്ടിയിട്ട് dy/dθ/dx/dθ ചെയ്യുക. അതായത് dy/dθ dx/dθ ചെയ്യുക. അപ്പോൾ dθ ക്യാൻസലായി നമുക്ക് dy/dx കിട്ടും. ഓക്കെ, അപ്പോൾ dy/dθ എന്താണ്? a cos θ മൈനസ് a sin θ. മൈനസ് കോമൺ ആയിട്ട് കൊടുക്കുക, എ കട്ടാവുക. cos θ sin θ എന്താണ്? cot θ, വിച്ച് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് tan θ. tan θയുടെ തലതിരിച്ചിട്ടാണ് cot θ. അപ്പോൾ dy/dx നമുക്ക് എന്ത് കിട്ടി? മൈനസ് cot θ എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ പാരാമെട്രിക് ഫോമിൽ ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ f(x), അതിന് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡാഷ് ഇടും, 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഡാഷ് ഇടും. ഓക്കെ, അതായത് d/dx ഓഫ് f(x). ഓക്കെ, അതാണ് d²f(x/dx². അല്ലെങ്കിൽ എന്ത് ചെയ്യുക? d/dx ഓഫ് y, അതായത് d²y/dx² എന്ന് എഴുതാം, അല്ലെങ്കിൽ y" എന്ന് എഴുതാം. അതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഒരു ഫംഗ്ഷന് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിൻ്റെ 2 തവണ സ്ലോപ്പ് കാണുന്ന പോലെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അതും കൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് x³ + tan x ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സെപ്പറേറ്റ്ലി ആണല്ലോ ചെയ്യുക. അപ്പോൾ 3x² + sec²x എന്ന് കിട്ടും. 2 ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3x² + sec²x എന്ന് കിട്ടും. ഇനി അതിനെന്ത് ചെയ്യുക? രണ്ടാമതും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ 2 ഇറങ്ങി വരുന്നു. സോ 6x + sec²xൻ്റെ എങ്ങനെയാണ് കാണുന്നത്? sec(x) tan x 2 sec(x) tan x ഇൻറ്റു സ്ക്വയർ അല്ലേ, അപ്പോൾ സ്ക്വയറിൻ്റെ എന്താണ്? 2 ടൈംസ്. അപ്പോൾ 2 sec(x) ഇൻറ്റു sec(x) tan x. ഓക്കെ, അപ്പോൾ 2 sec(x) tan x വിച്ച് ഇസ് 6x + 2 sec²x tan x ആണ് എന്ത്? ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടെ ചാപ്റ്റർ കഴിയുകയാണ്. പിന്നെ ലാസ്റ്റ്ലി വരുന്നൊരു സെക്ഷനാണ്, അത് ഡിലീറ്റഡ് ആണ്, മീൻ വാല്യൂ തിയറം ആൻഡ് റോൾസ് തിയറം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോരാം, എക്സാമിന് വരുമോന്നൊന്നും അറിയത്തില്ല ഡിലീറ്റഡ് ആയ സ്ഥിതിക്ക്. പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴേക്കും വായിച്ചു നോക്കിയപ്പോൾ അത് മനസ്സിലായതുകൊണ്ടാണ് പറഞ്ഞുതരാമെന്ന് വെച്ചത്. ഓക്കെ, നമുക്ക് പറഞ്ഞ പോലെ അത് ഞാൻ പല വീഡിയോയിലായിട്ടും പറഞ്ഞിട്ടുണ്ട്, എക്സാമിന് ഡിലീറ്റഡ് എന്നുള്ളതല്ല, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക രസമല്ലേ. അപ്പോൾ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടാവുമെന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഓരോന്നോരോ അറിവാണ്. അപ്പോൾ നമ്മൾ ആ അറിവുകൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ബുദ്ധി കൂടും. ഓക്കെ, അത് പരീക്ഷയ്ക്ക് വരില്ല എന്നുള്ള നമ്മൾ കാര്യമാകേണ്ട ആവശ്യം, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമുക്കൊരു അറിവായിട്ട് ഒരു അസറ്റായിട്ട് അവിടെ ഇരുന്നോട്ടെ. അങ്ങനെ അപ്പോൾ ആ ഒരു ലെവലിൽ കാണുക ഇതിനൊക്കെ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് എക്സാമിന് വരില്ല അതുകൊണ്ട് പഠിക്കുന്നില്ല അങ്ങനെയൊന്നും ഇതാവേണ്ട കാര്യമില്ല. എക്സാമിന് വരാതിരിക്കുകയോ വരികയോ അത് നമ്മുടെ എക്സാം ലെവലിലുള്ള കാര്യം. പക്ഷെ നമ്മൾ ബേസിക് ലെവലിൽ നമ്മളൊക്കെ അറിഞ്ഞിരുന്ന ഒരു രസമാണ്. മാത്സിൻ്റെ ഓരോ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നത് രസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക,
കാരണം നമ്മുടെ ബ്രെയിനിന് ബുദ്ധി കൂട്ടുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു വരാൻ കേട്ട് വരിക, 1 മിനിറ്റ് ഒക്കെ എടുക്കുകയുള്ളൂ. ഇപ്പോൾ റോൾസ് തിയറം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഫ്രം ആർ, അത് കണ്ടിന്യൂസ് ആണ്. എ ബിയിൽ കണ്ടിന്യൂസും എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, എയും ബിയും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു സി എന്നുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ എ കോമ ബിയിൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് റോൾസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, റോൾസ് തിയറത്തിൻ്റെ ഒരു ഗ്രാഫൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇപ്പോൾ എയും ബിയും ഓക്കെ അവരെന്താണ്? ഡിഫറൻഷ്യബിളും ആണ്, കണ്ടിന്യൂസും ആണ്. സോ എഫ് ഓഫ് എയുടെ വാല്യൂം എഫ് ഓഫ് ബിയുടെ വാല്യൂം സെയിം ആയിട്ട് വരുന്നു. അതിൻ്റെ ഇടയിലൊരു പോയിന്റാണ് സി. അപ്പോൾ സീൻ്റെ സ്ലോപ്പ് എന്താണ്? 0 ആണ്. അപ്പോൾ അതാണ് റോൾസ് തിയറം പറയുന്നത്. പിന്നെ ഉള്ളതാണ് മീൻ വാല്യൂ തിയറം ബൈ ലഗ്രാഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ടൈം അങ്ങനെയാണ് നോക്കിയപ്പോൾ കണ്ടത്. സോ അതാണ് മീൻ വാല്യൂ തിയറം ലഗ്രാഞ്ചിൻ്റെ എന്ന് പറയുന്നത്. ഓക്കെ, അത് പറഞ്ഞ പോലെ സെയിം ഒക്കെ തന്നെയാണ്, ജസ്റ്റ് കണ്ടീഷൻ മാറുന്നേ ഉള്ളൂ. എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ടു ബി ആർ ടു ബി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ബി. ഇവിടെ എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ സി എന്ന പോയിന്റ് എയും എ കോമ ബിക്ക് ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആയിരിക്കും. അതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. ജസ്റ്റ് ഇത് അറിഞ്ഞു വയ്ക്കിയത്, എക്സാമിനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. അതോടെ ചാപ്റ്റർ ഒന്ന് ടെസ്റ്റിൽ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ വായിച്ച് കിട്ടിയപ്പോൾ മനസ്സിലായപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ എക്സാമിനൊന്നും വരത്തില്ല, നമ്മൾ ജസ്റ്റ് കേട്ടുപോരുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ഇവിടെ മിസ്സലേനിയസ് എക്സസൈസസ് ഉണ്ടാക്കി ചെയ്ത് നോക്കുക. കാര്യം അതിൽ നിന്നും എക്സാമിന് പലപ്പോഴും ചിലപ്പോൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുകളയാൻ നിൽക്കണ്ട, അത് നോക്കിയേക്കുക. മിസ്സലേനിയസ് ആണ്, ടഫാണ്, ചെയ്യാൻ എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ മാറിയേക്കണ്ട, അതും ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടില്ലെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ മിസ്സലേനിയസ് എക്സസൈസസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. അങ്ങനെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നല്ല അടിപൊളിയായിട്ട് എല്ലാവരും അത് പേടിയോടെ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അത് ആ ലെവലിൽ തന്നെ കണ്ട് രസകരമായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.